ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിശേഷം, നമ്മുടെ ലക്കി കുട്ടനെ മുടി വെട്ടാൻ കൊണ്ടുപോവുകയാണ്. വയ്യാതായതിനു ശേഷം ഒന്നും മുടി വെട്ടി കൊടുത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മുടി വെട്ടാനായിട്ട് പോകുന്ന ആ ഒരു തയ്യാറെടുപ്പാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. റെഡി ആയിക്കഴിഞ്ഞാൽ അവൻ വീട്ടിൽ നിന്നില്ല. ഏട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് അച്ഛൻ്റെ കടയിൽ പോയി. ഇത് നമ്മുടെ അമ്പലമാണ്. അമ്പലത്തോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് അച്ഛൻ്റെ കടയും. ഇതാണ് അച്ഛൻ്റെ കട. കടയോട് ചേർന്നാണ് മുടി വെട്ടുന്ന കട, ഉദയമാമൻ്റെ കട. അങ്ങനെ ലക്കിക്കുട്ടൻ കുറേ നേരം കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുടി വെട്ടുന്ന ഉദയമാമനും ഏട്ടനും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരികയായിരുന്നു. ഉദയമാമൻ ഇന്നൊരു അക്കിടി പറ്റി. മീൻ നമ്മുടെ വണ്ടിയിൽ വാങ്ങിച്ച് വച്ചിട്ടാണ് ഉദയമാമൻ ചായ കുടിക്കാൻ ഏട്ടനൊപ്പം നിന്നത്. ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നതും മീൻ പട്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ആ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ലക്കിക്കുട്ട ഒരു സിപ്പപ്പൊക്കെ കുടിച്ചിട്ട് മുടി വെട്ടാൻ ഇരിക്കുന്ന ആ ഒരു രംഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെയും മുടി വെട്ടിയപ്പോൾ ലക്കി ഏട്ടൻ്റെ മടിയിലിരുന്നിട്ടാണ് മുടി വെട്ടാൻ സമ്മതിക്കൂല, ഭയങ്കര പിണക്കമായിരുന്നു. ഇന്ന് പിന്നെ ഒരു സിപ്പപ്പൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ വല്ല വിധേനയും കുറച്ച് നേരമൊക്കെ പിടിച്ചിരുത്തി. ലാസ്റ്റ് ആയപ്പോൾ ആൾ ടെററായി കേട്ടോ. പിന്നെ ഇരുന്നില്ല, ഭയങ്കര ബഹളമായിരുന്നു. നമ്മൾ നല്ല ഭയങ്കരമായിട്ട് സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്ത് മാമ അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതാണ്. ലാസ്റ്റ് എല്ലാവരും കൂടെ കൂട്ടത്തോടെ പിടിക്കേണ്ടി വന്നു അവനെ. പിന്നെ അവന് അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വേണം, അത് വേണം ഇത് വേണം, സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ബോട്ടിൽ വേണം. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ടും ഒട്ടും സമ്മതിക്കാതെ അങ്ങോട്ട് പിണങ്ങാൻ തുടങ്ങി. കുറച്ച് നേരമൊക്കെ ഓരോന്ന് കണ്ടും കൊണ്ടും കളിച്ചും കൊണ്ടൊക്കെ ഇരുന്ന് അവിടെ ഇരുന്നൊരു ജെല്ലിൻ്റെ അടുത്ത് സ്വന്തമായിട്ടൊക്കെ മുഖത്തൊക്കെ തേച്ച് പിന്നെ നമ്മൾ മാമ എണീച്ച് നിന്ന് വെട്ടി. പിന്നെ കുറച്ച് നേരം അവനെ കളിപ്പിച്ചു, ഡാൻസായി, പാട്ടായി, മൊത്തത്തിൽ ഇന്ന് അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ല സൂപ്പറായിട്ട് സുന്ദരനാക്കി മുടിയൊക്കെ വെട്ടിച്ചെടുത്ത് പിന്നെ അവിടെ ഇരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ബോട്ടിലിനെടുത്ത് കുറേ നേരം എല്ലാവരെയും സ്പ്രേ ചെയ്ത് അവനെ ചെയ്തതുപോലെ തന്നെ എല്ലാവരെയും തിരിച്ചടിച്ച്. പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ കാവുകളയിലെയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനൊക്കെ കൂടെ വന്ന് ഇവനെ വിരട്ടിയൊക്കെയാണ് കുറച്ച് നേരം നിർത്തിയത്. ഇവന് മുടി വെട്ടാൻ പോകുമ്പോൾ കടയിൽ എല്ലാ ആൾക്കാരും കൂടെ അച്ഛൻ അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. പിന്നെ മാമൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിനെയൊക്കെ അവൻ ഏകദേശം പരുവപ്പെടുത്തി. ലാസ്റ്റ് അതൊക്കെ വെച്ച് കുറേ നേരം കളിച്ചതിന് ശേഷം ഉദയമാമൻ പിടിച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ ആൾ അങ്ങനെയൊക്കെ നിന്നെങ്കിലും പിന്നെ വയലൻ്റായി. പിന്നെ തലയിൽ പിടിയായി. പിന്നെ ഞാൻ കണ്ണാടിയുടെ ബാക്കിൽ വന്ന് ഗ്ലാസിൻ്റെ ബാക്കിൽ വന്നപ്പം എന്നെ വെള്ളം അടിക്കുന്ന രംഗമാണ്. അത് നല്ല പവർ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ ഏട്ടനും ഉദയമാമനും അച്ഛനും എല്ലാവരും നനഞ്ഞു. ഇവൻ നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ അടിച്ചു. അങ്ങനെ ലാസ്റ്റ് ജിത്തോട്ടൻ പറഞ്ഞു ഇത്രയും സ്റ്റൈലൊക്കെ മതി, ഇനി നെക്സ്റ്റ് ടൈം അവൻ കുറച്ചും കൂടെ ഇരിക്കാറാവുമല്ലോ അപ്പോഴും വെട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദയമാമന് ടാക്റ്റിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ലക്കിക്കുട്ടൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്ബാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.